ഒരു ചേന ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചേന 1/2 കിലോ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ചേന കഴുകിയെടുക്കുമ്പോൾ കൈ ചൊറിയാതിരിക്കാൻ വെളിച്ചെണ്ണ തേച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഗ്ലൗസ് ഇടുന്നതാണ് ഉത്തമം. ചെറിയ ഉള്ളി കുറച്ചധികം തന്നെ ചെറുതാക്കി പൂണ്ടെടുത്തിട്ടുണ്ട്. ചേന ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1/2 കിലോ ചേന നന്നായി കഴുകി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചേന നുറുക്കുമ്പോൾ കൈ ചൊറിയുന്നത് കൊണ്ട് വെളിച്ചെണ്ണ തേച്ചിട്ട് അത് നുറുക്കിയെടുത്താൽ മതി, അല്ലെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കാം. ആവശ്യമായ സാധനങ്ങൾ: വെളുത്തുള്ളി, ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, കടുക്. പാകം ചെയ്യുന്നത്: ഒരു കട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 2.5 സ്പൂൺ വെളിച്ചെണ്ണ പറന്ന് കടുക് കുറച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കറിവേപ്പിലയും നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് മൊരിഞ്ഞു വരുന്നത് വരെ ഇളക്കാം. ഉള്ളി നല്ലോണം കരിയരുത്. ഏകദേശം ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ചേനയിൽ നമ്മൾ ഒപ്പം വെള്ളം ഒഴിക്കണം. ഈ വെള്ളത്തോടു കൂടിയാണ് ഈ ചീനച്ചട്ടിയിലേക്ക് ചേന കഷ്ണങ്ങൾ കൊട്ടുന്നത്. നന്നായി ഇളക്കി കൊടുക്കാം. ഒന്ന് വെന്ത് വന്ന ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതിയാകും. ഓരോ ചേനയ്ക്കും ഓരോ വേവാണ്. പുതിയ ചേനയ്ക്ക് വേവ് അധികമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ചിങ്ങമാസത്തിൽ എടുക്കുന്ന ചേനയ്ക്ക്. കടയിൽ നിന്ന് വാങ്ങുന്ന ചേന കുറച്ചധികം സമയമെടുത്തേ വേവുകയുള്ളൂ, അത് ശ്രദ്ധിക്കണം. ഇത് നമുക്ക് അടച്ചു വേവിക്കാം. 5 മിനിറ്റ് കഴിയുമ്പം ഇതിൽ തിള വരും. തിള വരുമ്പോൾ നമ്മൾ ഈ അടപ്പ് തുറന്നിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ടിത് നന്നായി ഒന്ന് ഇളക്കി വീണ്ടും അടച്ചു വയ്ക്കണം. ഇടയ്ക്ക് തുറന്ന് നോക്കിയത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഈ വെള്ളം വറ്റുമ്പോഴേക്കും ചേന വെന്തിട്ടുണ്ടാവും. ഒരു 7 മിനിറ്റോളം ഇത് തിളച്ച് കഴിഞ്ഞു. ഞാനിത് വീണ്ടും തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ ചേന വെന്ത് തുടങ്ങിയിട്ടുണ്ട്. 3/4 വേവക്കായി. ഇനി ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഈ വെള്ളം കംപ്ലീറ്റ് വറ്റുന്നത് വരെ ഈ സിമ്മിലിട്ട് വെക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് വറ്റിക്കാം. എല്ലാ വെള്ളവും വറ്റട്ടെ. ഇപ്പോൾ നമ്മുടെ ഉപ്പേരിയിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് ഇളക്കി കൊടുക്കാം. പക്ഷേ ഇപ്പോൾ ഇത് ഓഫാക്കരുത്. കുറച്ചും കൂടി ഇതിലിങ്ങനെ വെള്ളത്തിൻ്റെ അംശം നിലനിൽക്കുന്നുണ്ട്. ഇതിൽ വേണമെങ്കിൽ തേങ്ങ ചേർത്ത് ഉപയോഗിക്കാം നിങ്ങൾക്ക്. ഞാനിവിടെ തേങ്ങ ചേർക്കുന്നില്ല, അല്ലാതെയാണിത് എനിക്ക് കഴിക്കാൻ ടേസ്റ്റ്. ഇനി നമുക്ക് തീയെ ഒന്ന് കുറയ്ക്കാം. ഒരു 5 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അതിനുശേഷം നമുക്ക് വാങ്ങി ഉപയോഗിക്കാം. ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ ഉത്തമമായ സ്വാദൂറും നാടൻ ചേന ഉപ്പേരി. ചിങ്ങമാസത്തിൽ പറിക്കുന്ന ചേനയ്ക്ക് അധികം വേവുണ്ടാവില്ല, പെട്ടെന്നത് വേവും. അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ വെന്ത് പായസമാകും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്ത് ഒന്ന് അടച്ച് ആവിയിൽ അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അതും കൂടി ശ്രദ്ധിക്കണേ.